ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ട് വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുക്കാത്ത, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പോലെ പഴുത്തുടഞ്ഞതല്ല, ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഉറ്റിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഒട്ടും വെള്ളം ചേർക്കാതെ കട്ടിയായിരിക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു പലഹാരമാണ്, അതുകൊണ്ടാണ് ഇത്രയും ഇട്ട് കൊടുത്തത്. ഇനി ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് അതിനനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് വീഡിയോയ്ക്ക് കുറച്ച് കളറായിട്ടിരിക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിക്ക് പകരം ഫുഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി കളറിൽ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല. ഞാനിത് വീഡിയോയിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ ഉരുക്കിയിട്ട് അതിൽ ഇതുപോലെ വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ വറുത്തെടുക്കണം. ഈ ഗോതമ്പ് നല്ല പോലെ ഒന്ന് വെന്ത് വരാനുണ്ട്. ഇതുപോലെ ഇത് കൈവിടാതെ നന്നായിട്ട് വറുത്ത് കൊടുക്കണം. വറുത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നെയ്യുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഓരോരുത്തർക്കും ഇഷ്ടം അനുസരിച്ച് നെയ്യ് അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കളറൊക്കെ മാറിയിട്ട് ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിരുന്ന ആ ഒരു പഴത്തിൻ്റെ മിക്സ് കൂടെ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പശുവിൻ പാൽ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോഴും ഞാൻ ആ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി വെക്കേണ്ട, പെട്ടെന്ന് കട്ടയായി പോവും. ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് അളവിലൂടെ പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ട് ഇത് നല്ല പോലെ വേവിച്ചെടുക്കണം. ഇനി പാലൊഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നിച്ചൊഴിച്ച് കൊടുത്താൽ പരുവം തെറ്റും. അതുകൊണ്ടാണ് ഇതുപോലെ 2ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നല്ല പോലെ വെന്ത് ഇതൊന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഈ സമയമാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പാനിൽ നിന്നൊക്കെ തനിയെ വിട്ടുവരുന്ന ഒരു ടൈമാണിത്. ഇത് ഓഫ് ചെയ്ത ശേഷം ആ ഒരു ചൂടോട് കൂടി തന്നെ നമുക്കൊരു ട്രേയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലേക്കോ നെയ്യൊന്ന് നന്നായിട്ട് തടവിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിതുപോലൊരു ട്രേയിലാണ് സെറ്റാക്കി എടുക്കുന്നത്. മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ട് കറക്റ്റ് ഒരു ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് ലെവലാക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു സ്പാച്ചിലും കൂടെ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ചൂടോടു കൂടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷമോ നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിലും ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.